പിന്നെ റാങ്ക് ലിസ്റ്റിൽ പെടുത്താനാണോ? അപ്പൊ ആദ്യത്തെ മാർക്ക് എന്നോടുണ്ട്, രണ്ടാമത്തെ സെക്ഷൻ ഞാനൊന്നും പറഞ്ഞില്ല. മാർക്ക് ലിസ്റ്റ് അവരൊക്കെ തന്നെയാണ് നോക്കുന്നത്. മനസ്സില്ലാതെ പഠിക്കേണ്ടത് വായിക്കേണ്ടത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ. ഈ അന്വേനി എന്ന് പറയുന്ന വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. നമുക്ക് സഭയെക്കുറിച്ച് ഒരു വഴുവും അറിയത്തില്ല എന്നുള്ളത് അതിന്റെ സത്യം. അങ്ങനെ ജീവിച്ച പോരാ. ഈ ഇതിനെ കുറിച്ചൊക്കെ സാമാന്യമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എന്തിനാ ഈ സഭയിൽ പെടുന്നത്? സഭയുടെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ട്രഡീഷണലായിട്ട് നമ്മളെല്ലാവരും അറിയണം. അത് അറിഞ്ഞിരിക്കണം, നമ്മളത് പഠിക്കണം. പഠിച്ചിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവന്മാർ വന്ന് ലോകം പറയാൻ നമ്മൾ വീണു പോകും. അതാണ് നമസ്കാരം ലോകം പറയും. അതിന് മറുപടി പറയാൻ കുറിച്ച് സംസാരിക്കുന്നു, അത് ഇന്നതുപോലാണ് സംസാരിക്കുന്നത്. ആ എഴുത്തല്ലാണ്ട് അവരുടെ സ്വന്തമായിട്ട് ഒരു വാക്കുപോലും അതിനകത്തില്ല. അവർ കണ്ട കാര്യങ്ങൾ അതുപോലെ 2000 വർഷം മുമ്പ് നടന്ന അതേ കാര്യങ്ങൾ, സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അത് ദൈവത്തിൻ്റെ കഴിയുള്ളൂ, മറ്റാർക്കും കഴിയത്തില്ലല്ലോ. അങ്ങനെ കഴിയാതെ അതാണ് എൻ്റെ അത്ഭുതം. പിന്നെ അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് നേരം ലാത്തി അടിച്ച ശേഷം പങ്കുരാജൻ പിള്ള മടങ്ങി. ഇത് ഞായറാഴ്ച നല്ല കടമൊന്നും വീട്ടാൻ കഴിയാതെ പടിവാതിൽ മുട്ടിത്തളരുമ്പോൾ മെറി ക്രിസ്മസ് ഉണ്ടോ? പറയുന്നില്ല. പിന്നെ ഹാപ്പി ബർത്ത്ഡേ അല്ലെന്ന്. ഹാപ്പി ബർത്ത്ഡേ വരുകയോട്ടെ. മോളെ അടുത്തേക്ക് മോളെ. ഇന്നത്തെ ദിവസമായിരുന്നു അല്ല, ക്രിസ്തുമസ് 25 ഡിസംബർ 25 ക്രിസ്മസ് ഡേ ആണ്. എല്ലാവരും ഇന്ന് ക്രിസ്മസ് ദിവസം കേക്ക് മുറിക്കുന്ന ദിവസമാണ്. ക്രിസ്മസിന്റെ കേക്ക് മുറിച്ച് എല്ലാവരും ഇത് കരയുന്ന വെച്ചിട്ട് പ്രതിക്കുന്നത് പ്രധാനമായിട്ട് അവിടെ അതൊക്കെ വന്നതല്ലേ. എന്നാ പറഞ്ഞാല് തരുന്ന കഴിക്കണ്ടേ?
ശോഭ മുന്നിൽ മറിക്ക്. ശോഭ മാറില്ല. എങ്ങനെയെങ്കിലും കേക്ക് എന്തിനാണ് നല്ലതായിരിക്കാം. പൗളിനാണ് പാട്ടൊക്കെ അറിയാം. പൗളിന്റെ പാട്ട് നല്ലതാണ്. ജസ്റ്റും പാടുകൂടി സിസ്റ്റർമാർക്കൊക്കെ ഇഷ്ടമാണ് പാട്ട്. അവിടെ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോ അവിടെ പാടിപ്പിയായിരുന്നു. നമ്മള് നിന്നല്ലേ കാണാനല്ലോ. ഷുഗറുകാർക്കൊക്കെ ഇത് ഒത്തിരി തിന്നാവോ? ഷുഗറുണ്ടെന്ന് ആരും പറയാനുണ്ട്. ക്രിസ്മസ് ക്രിസ്മസ് എല്ലാം കഴിയും. അവൻ വന്നാ ഇവിടെ വരും കേട്ടോ. എല്ലാ ദിവസവും വരും. ലോബിയില്ലേ അവൻ വരും. അവരും ആ മൂത്ത കൊച്ചും കൂടെ വരും. അല്ലാണ്ടാരും അന്നേരം വരത്തുള്ളൂ. ഷാർജാനോട് എന്താണ്ട് പറയാൻ ക്രിസ്മസ് പ്രമാണിച്ച്? ചാർലിയോട് പറയണം. എന്താ ക്രിസ്മസിന് അവന് വല്ല കേക്കോ വല്ല അവൻ ഉണ്ടായിരുന്നു. പോയ പിന്നെ ഇതുവരെ ഇവിടെ ഒരു ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. അവന് ഉൾപ്പെടെ അവനിവിടെ വന്നിട്ടുമില്ല. വരാനുള്ള വാക്കൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ വന്നാൽ മതി, അവിടെ താമസിക്കാം, കുഴപ്പമൊന്നുമില്ല, വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ പല കാര്യം മോള് നിന്നോടി എടുത്ത ഞാൻ കേക്ക് കൊടുത്തിരുന്ന ചെറിയ അത് മുറിക്കേ അവിടെ കൊടുക്കട്ടെ. മോളെ മുറിച്ചേ ഓക്കെ. ഒരു കൈ കൊണ്ട ഞങ്ങൾ ഹാപ്പി ക്രിസ്മസ് പറയാം. മോള് മുറിക്കേ കൈ കൊണ്ടല്ലായിരുന്നു. ഹാപ്പി ക്രിസ്മസ്. മെറി ക്രിസ്മസ് ആടി. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അല്ലേ? പുതിയ പള്ളിക്ക് വലിയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. അവർ ക്ലോക്ക് വലിയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. 5 കിലോമീറ്റർ അച്ഛൻ എന്നാ അനിയാതിയൊക്കെ വരുന്നത് ഈ ഇതിനെങ്ങനെയാ അച്ഛാ പൈസയുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പൈസക്കാരൊക്കെ പൈസ പക്ഷെ നല്ലതല്ല സാധനം ഉണ്ടല്ലേ? അതാണ് അവർക്ക് കൊടുക്കുന്നത്. ഞായറാഴ്ച ഓരോ പ്രസംഗം പറയും. ഈ ആഴ്ച ആകുമ്പോഴത്തേന് ആഴ്ചയ്ക്ക് ആവശ്യമുള്ള പൈസ ഇവിടെ ആർക്കും ഒരു പ്ലാനേ ഇല്ലല്ലോ. കഴിഞ്ഞാൽ ഇത് മൊത്തം വീട് വീട് മാറ്റി മൊത്തം വീട് പോയി. അപ്പം പിന്നെ മുന്നേ കണ്ടു വ്യക്തി നല്ല സ്ട്രോങ് അല്ലേ? പിടിച്ച് കണ്ട തന്നെയായോണ്ട് അതെ 13 മിനിറ്റ് പഴയ ഇവിടെ അധികം ഫൗണ്ടേഷൻ പിന്നെ 2.5 അടിയോ ഉള്ളൂ ഫൗണ്ടേഷൻ. റെക്കോർഡായി റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. നിന്റെ പേരെന്താ കൊച്ചേ? ആ കൊച്ചിന്റെ പേരെന്താ? ആന്റണി. ആ നീ കൊച്ചിനെ ഈ മാവസമൊക്കെ ഉടനെ നാട്ടിൽ കൊണ്ടുവന്ന് എന്തിനാ? കൊച്ചിനെ എല്ലാരെയും കാണിക്കണ്ടേ? കാണിക്കാനാ ആ കൊച്ചു കരഞ്ഞ് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ അവിടെ മാവസയ്ക്ക് എന്തോ ഒരു കരച്ചിലായിരുന്നു. ആ അപ്പൊ അത് ഇത്രയും എടുത്തു കഴിഞ്ഞു. ഞാൻ ചാർജാൻ്റെ ഒന്നും എടുക്കണം ഇല്ലടാ, അത് കഴിഞ്ഞിട്ടേ സ്റ്റോപ്പ് ചെയ്യാൻ നേരത്തെ ഇതെപ്പടി നാട്ടിൽ ചെന്ന് എന്നാ പറയേണ്ടത്? നാട്ടിൽ ചെന്ന് പറയണം ജനുവരി 15 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ അവധി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ അവധി കിട്ടാൻ വേണ്ടി ഫാക്സ് ചെയ്യണമെന്നല്ലേ? ഫാക്സ് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഓക്കെ പിന്നെ ഭാര്യയോട് എന്നാ പറയാനുള്ളത്? ഓക്കെ ഭാര്യയോട് പ്രത്യേകിച്ച് എന്നാ പറയാനുള്ളത്? ക്രിസ്മസിന്റെ ആശംസകള്. ആശംസകള്. പിന്നെ കൊന്നു സാധനങ്ങളൊന്നും കൊണ്ടുവരികയല്ല, കൈ കാശില്ലാത്ത. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ പറയാൻ അവർക്ക് മനപ്രയാസം. അത് ക്രിസ്മസിന് അങ്ങനൊന്നും പറയരുത്. ഇവിടെ വലിയ ഉരുട്ടി വെച്ചിട്ടുണ്ടെന്ന് പറയണം. അത് വലിയ പ്രതീക്ഷയോട് കൂടി ഇരിക്കുക, അതാ ബുദ്ധിമുട്ട്. പിള്ളേർ ഓരോരുത്തരുടെയും പേരൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. അവർക്ക് നിന്ന് കാണണ്ട ഇതിനെ. അയ്യോ, അത് പിള്ളേരെ ഞാൻ ഈ 15 തീയതി ആകുമ്പോൾ കാണുന്നില്ല. കഴിഞ്ഞ ഒരു മാസം ആകുമ്പോഴത്തേക്ക് നേരെ കാണാമല്ലോ. അല്ല എന്തെങ്കിലും കാണണം വെച്ചാൽ ടിക്കറ്റ് കിട്ടിയില്ലെന്നോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറ്റില്ല. എഴുതി കഴിഞ്ഞാലും ക്രിസ്മസിന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറ. കൊച്ചു പിള്ളേർ എന്നെ പ്രായമുള്ളതാ. അയ്യോ 7 വയസ്സ് അല്ല 8 വയസ്സ് 4 വയസ്സ് 2 വയസ്സ് ഇങ്ങനെയൊക്കെയാണ്